ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നതല്ല. അല്ല, മേയർ MS ലിഷോയ് വിവരങ്ങളുമായി ചേർന്നിട്ട് ഈ MK വർഗീസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. അതിന്റെ തുടർച്ച ഉണ്ടാകുന്നു. BJP MK വർഗീസിനെ ലക്ഷ്യമിടുന്നു എന്ന തോതിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല CPIക്ക് അന്നു മുതൽ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്ന പല പ്രവൃത്തികളും അദ്ദേഹം ചെയ്യുകയും ചെയ്തു. സുരേഷ് ഗോപിയെ പ്രശംസിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ലിഷോയ് MK വർഗീസിനെ ലക്ഷ്യമിടുന്നുണ്ടോ BJP? അല്ലെങ്കിൽ MK വർഗീസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചാഞ്ചാട്ടമുണ്ടോ? CPI ഇത്ര കർശനമായ നിലപാട്, ഇത്ര വലിയ ആരോപണം പരസ്യമായി ഉന്നയിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? അതായത് മേയർ പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ വരുന്ന സമയത്ത് താൻ എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ്, അത് തന്നെയാണ് തൻ്റെ നിലപാട്, അതിലൊരു മാറ്റവും ഇതുവരേക്കും വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്ന സമയത്തൊക്കെ മേയറുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ BJP കൃത്യമായി മേയറെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മേയറുടെ വീട്ടിലെത്തി ക്രിസ്മസ് കേക്ക് മുറിച്ചതും മേയറുമായി ക്രിസ്മസ് സന്ദേശം പങ്കുവെച്ചതും ഒക്കെ. എന്തായാലും അത് ആ ഒരു സംഭവത്തിന് ശേഷം ആണ് ഇപ്പോൾ VS സുനിൽകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. CPI നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ തൃശ്ശൂർ മേയർക്ക് BJPയുമായി അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ BJPയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ മേയറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള കാര്യം വളരെ മുന്നേ തന്നെ CPI ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. LDFൽ ഇക്കാര്യം ഈ ജില്ലാ ഘടകങ്ങളെയും അതിനോടൊപ്പം തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെയും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററെയും ഉൾപ്പെടെ ഇക്കാര്യം നേരിട്ട് കണ്ട് CPI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു വിധത്തിൽ മാറി, ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെന്ന് കരുതുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ ക്രിസ്മസ് ദിനത്തിൽ BJPയുടെ ഒരു നീക്കം നടക്കുന്നത്. മേയറുടെ വീട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സന്ദർശനം നടത്തുന്നു എന്നുള്ളത്. ഈ മറ്റ് ഒരു നേതാക്കളുടെ വീട്ടിലും ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ പോയി ഇത്തരം കേക്ക് മുറിയോ അല്ലെങ്കിൽ കേക്ക് നൽകുകയോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് തൃശ്ശൂർ മേയർ MK വർഗീസിൻ്റെ വീട്ടിൽ തന്നെ പോയി ഇത്തരത്തിൽ ഒരു കേക്ക് മുറിച്ചു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നു. അത് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അടുക്കലിൻ്റെ ഭാഗമായാണോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായാണോ എന്ന് CPI സംശയിക്കുന്നു. നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഒരു ഫിറ്റായ കാൻഡിഡേറ്റാണ്, തൃശ്ശൂരിന് പറ്റിയ ഒരു കാൻഡിഡേറ്റാണ് എന്ന് മേയർ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ മേയർ പിന്നീട് സുരേഷ് ഗോപിയുമായി ഒരു തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ഒരു സംഭവവും വിവാദമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ മേയർ എന്നും BJPയുമായി അടുക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മേയർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 11:30 കോർപ്പറേഷനിൽ മേയർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. മേയറുടെ പ്രതികരണം ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും.